السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. الله سبحانه وتعالى നല്ലത് പറയാനും കേൾക്കുവാനും നല്ലതിനെ പിൻപറ്റുവാനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും ജയിപ്പിക്കട്ടെ. അസർമുല്ല താജി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ എനിക്ക് സാധിക്കുന്ന രീതിയിൽ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം കൃത്യമായ മറുപടിയാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം സമസ്ത മദ്രസ ഉണ്ടാക്കിയത് പല ആളുകൾക്കും കൂടി പണം പിരിച്ചിട്ടല്ലേ എന്ന്. അദ്ദേഹത്തിന്റെ ശൈലി അതൊന്നല്ല, വേറെ വളരെ ഒരു മാന്യമായ ശൈലി ആയിരുന്നില്ല. അതുപോലെ നമുക്ക് വിഷയമല്ല. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞ സമയത്ത് അദ്ദേഹം ഉണ്ടായിട്ടില്ല തോന്നുന്നു. ഞാൻ ഒന്നുകൂടി മറുപടി പറയാണ്. സമസ്ത സ്ഥാപനം ഉണ്ടാക്കുക, സമസ്തന്റെ മുഷാവറ അംഗങ്ങളുടെ അടുക്കൽ നിന്ന് പൈസ, അവരുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല സമസ്ത സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറയും. സമസ്തയുടെ പ്രവർത്തകരായ ആളുകൾ സമസ്തയെ സ്നേഹിക്കുന്നവരുടെ അടുക്കൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനം. ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്തക്കാരുമല്ല അല്ലെ, സമസ്തക്കാരൊന്നുമല്ലാത്ത, സമസ്തയെ സ്നേഹിക്കുന്നവരാണെന്ന് അവകാശപ്പെടാൻ പറ്റുകയും ചെയ്യാത്ത ആളുകൾ അടുക്കൽ നിന്നൊക്കെ പണം പിരിച്ചുകൊണ്ട് പള്ളി ഉണ്ടാക്കിയിട്ട് എപ്പിസോഡ് ഉണ്ടാക്കിയ പള്ളി എന്ന് പറയാറ് സാധാരണ. സമസ്തക്കാരുമല്ല, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പോലും ആയ പിന്നെ ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അറബികളുടെ അടുക്കൽ പണം പിരിച്ചിട്ടേ പള്ളി ഉണ്ടാക്കിയതിനെ കുറിച്ച് എപ്പിസോഡ് ഉണ്ടാക്കിയ പള്ളി എന്ന് മാത്രമല്ല കേട്ടോ. ഇനിയല്ല, എപ്പിസോഡിനാലും യാതൊരു പങ്കുണ്ടാവൂല. അതിനെക്കുറിച്ച് പറയണം. എ പി അനുഭാവികൾ ഉണ്ടാക്കിയ പള്ളിനെ കുറിച്ചും ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയാണ്. എനിക്കറിയാം ഒരു പള്ളിനെ കുറിച്ച്, കൂടുതൽ പള്ളിനെ കുറിച്ച്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു പൈസ പോലും ഇല്ല, അദ്ദേഹം മുഖേന ഉള്ള പൈസയും ഇല്ല. പിന്നെയോ കുറച്ച് ആളുകൾ പിന്നെ ഗൾഫിൽ നിന്നൊക്കെ കുറെ പണം പിരിച്ച് അങ്ങോട്ട് പള്ളി ഉണ്ടാക്കി. അതിൽ കൂടുതൽ സ്വാധീനം അവർക്കായി. അത് കാരണം എപ്പിസോഡ് ഉണ്ടാക്കിയ പള്ളി അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ വിഷയമല്ല സാധനം. പിന്നെ ഒന്നാമത് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ഒരു മൈക്കെടുത്തിട്ട് മാന്യമായ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് മാന്യമായ നിലക്ക് മറുപടി നൽകുക. അല്ലാത്തത് തള്ളിക്കളയിലായിരിക്കും ഏറ്റവും നന്നാവുക. ഏതായാലും ഞാനിപ്പോ അതിന് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. പിന്നെ മുസ്ലിം സ്ത്രീ ഇവിടെ ഇതാണ്, ഇത് PM ഒന്നുമല്ല. അതിന് ബഹുമാനപ്പെട്ട നാട്ടിക ഒരു മറുപടി ഉണ്ട് അല്ലെ. നാട്ടിക ഉസ്താദിന്റെ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല. തുഹഫ പോലെയുള്ള ഷാഫി മദ്ഹബിലെ പ്രബലമായ ഫിഖഹിന്റെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് പുരുഷന് സാധിക്കാത്ത പണിയാണ്. ഒരു കാര്യം ചെയ്യാൻ പുരുഷൻ ഇല്ല, പുരുഷനാണ് ചെയ്യേണ്ടത്, പക്ഷെ അവിടെ പുരുഷൻ ഇല്ല. എങ്ങനെയില്ല? പുരുഷവർഗം തന്നെ ഇല്ല, അല്ലെങ്കിൽ പുരുഷന് ആ പണി ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ അവിടെ സ്ത്രീകൾക്ക് ആ കാര്യം ചെയ്യാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിപ്രായം, ആ വിഷയത്തിൽ സമസ്തയുടെ അഭിപ്രായം, സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടാത്ത സീറ്റുകളുണ്ട്, അവിടെ സ്ത്രീകൾ മത്സരിക്കരുത് എന്നാണ്. അവിടെ സ്ത്രീകൾ മത്സരിക്കുകയും ചെയ്യരുത്. അവിടെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊന്നും ആ പെണ്ണിനെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യരുത്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സംവരണ സീറ്റല്ല, പിന്നെ ജനറൽ സീറ്റാണ്. അവിടെ സ്ത്രീകൾ മത്സരിക്കരുത്. പിന്നെ അഥവാ വല്ല പെണ്ണും ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ അവളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. അതേ സമയത്ത് സ്ത്രീകൾക്കല്ലാതെ അവിടെ മത്സരിക്കാൻ പറ്റൂല നിൽക്കുക. സ്ത്രീകൾക്കല്ലാതെ മത്സരിക്കാൻ പറ്റൂല. ഇനി ഒരു വനിത സ്ത്രീ സംവരണ സീറ്റ് അടഞ്ഞപ്പോ സയ്യിദ് മുഹമ്മദ് ഹൈദർ ഷിഹാബ് നമുക്ക് മത്സരിക്കാൻ പറ്റുമോ? അഹ്ലുൽ ബൈത്താണ്, ലീഗിന്റെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മത്സരിക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ സ്ത്രീ സംവരണമാകുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. അത് ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ നിയമം കൊണ്ടുവന്നാണ്. അപ്പോൾ അങ്ങനത്തെ സീറ്റിൽ മുസ്ലിം സ്ത്രീകൾ അവിടെ മത്സരിക്കാതെ വിട്ടു നിന്നാൽ ചിലപ്പോൾ മറ്റ് സ്ത്രീകളൊക്കെ അവിടെ ഏതായാലും സ്ത്രീകൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവർ മത്സരിക്കുകയും
നമുക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾക്ക് അത് വിഘാതമാവുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ത്രീകൾക്ക് ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മത്സരിക്കാമെന്ന്. അവൾ മറക്കേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ മറച്ചുകൊണ്ട് ഇഖ്തിലാത്ത് അന്യപുരുഷന്മാരുമായി കൂടി കലരാതെ ഇങ്ങനൊക്കെ ഈ രീതിയിലൊക്കെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മത്സരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളൊക്കെ പറയുന്ന വിഷയം. പിന്നെ കേരളത്തിനല്ല പിന്നെ പറഞ്ഞ് കേരളത്തിന്റെ വിഷയം തന്നെ പറഞ്ഞത്. സൗദി പറ്റുമായിരിക്കും. എന്താ കേരളത്തിൽ എന്താ പറ്റായി? സൗദിയിനേക്കാൾ ഉഷാറാന്ന് എനിക്ക് തോന്നുന്നു ആ വിഷയത്തിലൊക്കെ അല്ലെ. ഞാൻ അവർക്ക് ചിന്തിക്കാതെ കേട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ചില അറബ് രാജ്യങ്ങളിലൊക്കെ കാണാം ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അറബ് രാജ്യം മാത്രമല്ല ചില പല ഇസ്ലാമിക രാജ്യങ്ങളും കാണാം. വലിയ ഓഡിറ്റോറിയം മറ്റൊക്കെ ഉണ്ടാകുമ്പോഴേ അതിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ കലർന്നിരിക്കണം. തൊട്ടിരിക്കുകയല്ല, പുരുഷൻ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് സ്ത്രീ ഇരിക്കുക, അതിന്റെ അടുത്ത് വേറെ പുരുഷനായിരിക്കും, അതിന്റെ അടുത്ത് വേറെ സ്ത്രീ ആയിരിക്കും. അങ്ങനെ. എന്നാൽ ആ വിഷയത്തിലൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്ഥിതി എനിക്ക് പറയാൻ വയ്യ. നമ്മുടെ കേരളത്തിൽ കുറേയും കൂടി മാന്യത പുലർത്തുന്നത് ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അല്ലേ. മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളല്ലാത്തവരും ഇനി ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു ഭാഗത്തും പുരുഷന്മാർ വേറൊരു ഭാഗത്തും ഇരിക്കുക, അങ്ങനത്തെ കുറെ ഒരു മാന്യമായ ഒരു സമീപനമൊക്കെ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. എല്ലാത്തവരിലും അങ്ങനെ കാണുന്നുണ്ട്. അതേസമയത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പല സ്ഥലത്തും കൂടിക്കലർന്നിരിക്കുന്നതും കാണാം. പിന്നെ എന്ന് മാത്രമല്ല ഈ സ്ത്രീകളെ ഭരണകർത്താക്കളൊക്കെ മറ്റേ പല രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ കാണാം ഈ പിന്നെ മുസാഫഹത്ത് ചെയ്യുന്നു അല്ലേ. പിന്നെ ഹസ്തദാനം ചെയ്യുന്ന, കൈ പിടിച്ച് കുലുക്കണ്, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതാണ് സ്ത്രീകൾ, പുരുഷൻ അന്യ സ്ത്രീയുടെ. എന്നാൽ ഇന്ത്യൻ സംസ്കാരം അങ്ങനെയല്ല. അത് ഒരു കൈകൂപ്പലാണ് ഇന്ത്യൻ സംസ്കാരം. അത് ഒരു നല്ല സംസ്കാരം എന്ന് പറയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ശരി, ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തൊടുന്ന പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഇന്ദിരാഗാന്ധി പോയപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു മുസ്ലിം രാജ്യത്ത് പോയതായിരുന്നു. അപ്പൊ ആ മുസ്ലിം രാജ്യത്തിലെ ഭരണാധികാരി അവിടുത്തെ ഇന്ദിരാഗാന്ധിയുടെ കൈ പിടിക്കാൻ വന്നപ്പോ ഇന്ദിരാഗാന്ധി സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്ത് കൈ ഇങ്ങനെ കൂപ്പി നിന്നെന്ന്. കാരണം ഇത് ഇന്ത്യൻ സംസ്കാരം അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ പോട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യ നാട്ടിൽ പോവുകയാണ്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇവിടുന്ന് പോകാൻ ചില ഹുക്കൂമ പ്രോബ്ലം ഉണ്ട്. അത് നീങ്ങാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും എല്ലാ വക വിഷമങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു വിഷമത്തിനും ബുദ്ധിമുട്ടൊന്നും പെടാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി അള്ളാഹു നിറവേറ്റി തരട്ടെ. പ്രസവക്ക് അള്ളാഹു സുബ്ഹാനഹു സുഖമാക്കുകയും ആ പ്രസവത്തിൽ നിങ്ങൾക്കും കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ ഒരു സന്താനത്തെ അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ സുഹൃത്തിന്റെ കുട്ടി പ്രസവിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു. ആ കുട്ടിക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കൽ സുന്നത്തുണ്ടോ? ഉദ്ഹിയത്ത് എന്നാവൂല ഉദ്ദേശിച്ചിട്ടുണ്ടാകുക, പിന്നെ അഖീഖത്തായിരിക്കും ഉണ്ടാകുക അല്ലെ. ചില ആളുകളൊക്കെ അറക്കലിനൊക്കെ ഉദ്ഹിയത്താക്കലുണ്ട്. ചില ആളുകൾ ഹജ്ജ് സംബന്ധമായ അറിവുണ്ടല്ലോ, ഫിദിയ, അതിനെ കുറിച്ചും ചിലർ ഉദ്ഹിയത്ത് എന്ന് പറയാറുണ്ട്. അതല്ല, അതിനൊക്കെ വേറെയാണ് പേര്. ഈ പ്രസവിച്ചതിന് അർക്കുന്നതിന്, പ്രസവിച്ച കുട്ടിയിൽ അറക്കുന്നതിന് അത് അഖീഖത്ത് എന്നാണ് ഇതിന് പറയുക. അഖീഖത്ത് അറക്കൽ സുന്നത്തുണ്ടോന്ന്. കുട്ടി പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി മരിച്ചു, എന്നാ പിന്നെ ആ മരിച്ച കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറക്കൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പൂർണ്ണമായും പുറത്തു വന്നു, എന്നിട്ട് എന്ത് ചെയ്ത് ആ കുട്ടി അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. എന്നാലും ആ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് സുന്നത്തുണ്ട് എന്നാണ്. അതേസമയത്ത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു നിൽക്കുക, അല്ലെങ്കിൽ പോരുന്ന വഴിക്ക് മരിച്ചു, പൂർണ്ണമായിട്ടും പോരാതെ. ഒന്നുകിൽ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന്. എന്താണല്ലേ അള്ളാഹു തആലാന്റെ ഈ ദീനിൽ എന്തെങ്കിലും ഒരു വല്ല പോരായ്മയും കാണിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു, എന്നാ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറക്കൽ സുന്നത്തുണ്ടോ? ഇല്ല.
നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇല്ല. പിന്നെ പ്രസവിച്ചതിന് ശേഷം മരിച്ചു എന്നാലോ എന്നാ അറുക്കണം. എന്നാ ഒരു കുട്ടിനെ ഗർഭപാത്രത്തിന് പൂർണ്ണമായിട്ടും പോന്നിട്ടുമില്ല, ഇങ്ങോട്ട് അതിന്റെ അവിടുന്ന് പോകുന്നു, എന്നാലും ഇങ്ങോട്ട് പുറത്തേക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് ആ സമയത്താണ് കുട്ടി മരിച്ചത്. എന്നാൽ വേണ്ടാന്ന. അതാണ് ആ രീതിയിലെ ബഹുമാനപ്പെട്ട ഫുഖഹാഇന്റെ ഇബാറത്ത് തന്നെ. യുസന്നു യഉഖ അനിൽ വലദി ബഅദ തമാമി ഇൻഫിസാലിഹി. ആ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരൽ പൂർണ്ണമായതിനു ശേഷം, പൂർണ്ണമായിട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ആ അഖീഖത്ത് അറുക്കൽ സുന്നത്തുള്ളത്. അതിനുശേഷം ഈ കുട്ടി മരിച്ചാലും ശരി അഖീഖത്ത് അറുക്കൽ സുന്നത്താണ് എന്നാണ് അലൽ മുഅ്തമദി ഫിൽ മജ്മുഇ. അല്ലാഹു റബ്ബി. എന്താണ് കൊണ്ട് ഒരാൾ പറഞ്ഞു, എന്താ റബ്ബേ, നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തെ മുഴുവൻ നോമ്പും ഖളാ ആയി. അവർക്ക് നോമ്പ് ഖളാ വീട്ടണം. ഓരോ ദിവസവും രാത്രി മുൻകടക്കുന്നു, ഒന്ന് മറുപടി തരണം. നവൈതു സൗമഗദിൻ പറഞ്ഞിട്ട് ഒരാൾ റമദാൻ മാസം മുഴുവൻ നോമ്പോട്ട് നിൽക്കുക. ആ റമദാൻ ഒറ്റ നോമ്പ് സഹിയായിട്ടില്ലാന്നും പിന്നെ റമദാന്റെ നോമ്പൊക്കെ ഖളാ കൂട്ടുമാണെന്ന് ഒരാൾ പറഞ്ഞാ പറഞ്ഞത്. കാരണം നാളെ പറഞ്ഞതെന്ന്, നാളെ നാള നവൈതു സൗമഗദിൻ അല്ലേ. കാരണം പിന്നെ സൂര്യൻ അസ്തമിച്ചാലാണല്ലോ ദിവസം തുടങ്ങല്ലേ. സൂര്യൻ അസ്തമിച്ചു. ഇപ്പൊ നമ്മൾ ഏത് ദിവസത്തിലപ്പോ നമ്മൾ ചൊവ്വാഴ്ചയിലാണല്ലോ അല്ലേ. തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ചു, മറ്റൊരു ഡേയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ചന്റെ രാത്രിയിലപ്പോ ഉള്ളത്. നാളത്തെ പകല് ചൊവ്വാഴ്ചയുടെ പകലിലാണ്. നാളെ മഗ്‌രിബായാലോ ബുധനാഴ്ചയായി, അതാണല്ലോ. അപ്പൊ രാത്രിയാണല്ലോ നാളത്തെ നോമ്പ് എന്നാ പറഞ്ഞത് സൗമഗദിൻ. അപ്പൊ എന്താ സഹിയാവുക എന്നാണ് ഇപ്പൊ ചോദ്യം. പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒത് എന്ന പദത്തിന് നാളെ എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇനി നാളെ എന്നുള്ള മലയാളത്തിനും ഒരേ അർത്ഥമല്ല ഉള്ളത്. നമ്മൾ ഖിയാമത്ത് നാളെ കുറിച്ച് നാളെ എന്ന് പറയാറുണ്ട് അല്ലെ. നാളെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി എന്നൊക്കെ അറിയല്ലോ നമ്മള്. എന്താ അപ്പൊ ഭാവി കാലത്തിനെ സംബന്ധിച്ച് നാളെ എന്ന് പറയും. അടുത്ത പകൽ എന്ന അർത്ഥത്തിന് നാളെ എന്ന് പറയുന്നു. ഇപ്പൊ രാത്രിയാണല്ലോ. ഈ രാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള പകൽ, ആ പകലിനെ കുറിച്ചും ഒത് എന്ന് പറയും, നാളെ എന്ന് പറയും. അപ്പൊ ആ അർത്ഥത്തിലാണ് നബൈതു സൗമഗദിൻ എന്ന് പറയുന്നതും പിന്നെ നാളെ എന്ന് മലയാളത്തിൽ പറഞ്ഞതൊക്കെ ആ അടിസ്ഥാനത്തിൽ. എന്നിട്ട് ഈ രാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പകലിൽ അതിന് ഒത് എന്ന് പറയും. ഈ രാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പകലിൽ ഞാൻ നോമ്പ് നൽകാൻ കരുതി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നോമ്പ് സഹിയാവും ചെയ്യും, അതാവൂട്ടും വേണ്ട. ആ ബേജാറിലൊന്നും ആരും നിൽക്കണ്ട. പിന്നെന്താണ് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ റൂമിൽ കള്ളൻ കയറി എന്റെ വിലപ്പെട്ട പല വസ്തുക്കളും കുറച്ച് റിയാലും കളവ് പോയി. ആ വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടം നല്ല രീതിയിൽ പരിഹരിച്ചു തരട്ടെ. ഏത് രീതിയിലാണോ ആ നഷ്ടം, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നഷ്ടം പരിഹരിച്ചു തരട്ടെ. മനസ്സിന് സമാധാനം, റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ അയൽവാസി നെല്ലൂർ അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ന് സുബ്ഹിക്ക് മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എല്ലാവരും ഇത് നിസ്കാരത്തിൽ ഉൾപ്പെടുത്തുക എന്ന് അമീർ ലിഗല്ലൂർ പിഎം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉഖ്റവിയാ ജീവിതം അല്ലാഹു റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ബാങ്കിലുള്ള പലിശയുടെ പലിശ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമോ?
അതൊന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ബാങ്കിലുള്ള ആൾക്കാരെ പാർട്ടിയിൽ കൊടുക്കാൻ പറ്റും. ബാങ്കിൽ പലിശ സ്ഥാപനത്തിലെ പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനവുമായി ഒരു വിനിമയം നടത്താൻ നമുക്ക് പാടില്ല, ഹറാമാണ്. പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനമാണ്, ആ സ്ഥാപനവുമായി ഒരു നിലക്കും നമ്മൾ സഹകരിക്കാൻ പാടില്ല എന്നാണ്. അതിൽ പൈസ നിക്ഷേപിക്കുകയോ ഒരു ഇടപാടും ആ സ്ഥാപനവുമായി നമ്മൾ നടത്താൻ പാടില്ല. അതാണ് ആദ്യം പറയേണ്ടുന്ന മസല. അതാണ് പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനവുമായും ഒരു നിലക്കും നമുക്ക് സഹകരിക്കാൻ പറ്റുകയില്ല. അതിൽ പൈസ നിക്ഷേപിക്കുകയോ അതുമായി അത് മറ്റു വേറെ നിലക്ക് ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ല, ഹറാമാകുന്നു. ഇനി വേറൊരു മാർഗം ഇല്ല നിൽക്കുക. അപ്പൊ ലറൂറത്ത് അല്ലെ, ലറൂറത്താണ്. അപ്പോ സാധാരണ ഹറാമായ കാര്യങ്ങൾ ലറൂറത്തിന്റെ സമയത്ത് ഹലാലാകും, അനുവദിക്കപ്പെടും. വേറൊരു മാർഗവും ഇല്ല. വേറെ മാർഗം ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ ഒരു വിശ്വസിച്ചിട്ട് സ്ഥലത്ത് ഏൽപ്പിക്കാൻ നമുക്ക് പേടിയാണ്. അപ്പോൾ വളരെ അപൂർവമായ സംഭവമാട്ടെ, ഞാൻ അങ്ങനെ ഉണ്ടായി നോക്കുക. അവന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇനി അതല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇനിയിപ്പോ കുറച്ച് വലിയ സംഖ്യ ഒക്കെ ഉണ്ട്, ആ സംഖ്യ ബാങ്കിൽ നിക്ഷേപിക്കാതെ മറ്റാരുടെയും കയ്യിലാണെങ്കിൽ ഗവൺമെന്റ് ചോദ്യം ചെയ്യും. അതിനൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട്, 5 ലക്ഷത്തിന്റെ മേലെ അങ്ങനത്തെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ട് നിൽക്കുക അല്ലേ. ഇനി അതല്ലെങ്കിൽ ഇപ്പോ എന്നാലും ഒരു മാർഗമുണ്ട്, അവന്റെ അടുക്കലുള്ള സംഖ്യക്ക് വേറൊരു സാധനം വാങ്ങിട്ടാൽ മതി, പിന്നെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അത് വിൽക്കാലോ, അങ്ങനെ ചെയ്യും. ഇങ്ങനൊന്നും ഒരു മാർഗവുമില്ല. അവന്റെ അടുക്കലുള്ള പൈസ ബാങ്കിൽ നിക്ഷേപിക്കലല്ലാത്ത മറ്റൊരു മാർഗവും അവന്റെ അടുക്കൽ ഇല്ല നിൽക്കുക. അപ്പോൾ മാത്രമേ അത് അനുവദിക്കപ്പെടൂ. അങ്ങനെ എന്ത് ചെയ്തു, പൈസ അവൻ ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പൊ അതിന് പലിശ, സ്വാഭാവികമായിട്ട് പലിശ വരുമല്ലോ അല്ലെ, പലിശ വരും. പലിശ വരാത്ത പരിപാടി ഉണ്ട് കേട്ടോ, പലിശ വരാതെ നിക്ഷേപിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല, അങ്ങനെ പലിശ വന്നു നിൽക്കുക. പലിശ വന്നാൽ അത് അവന് വാങ്ങാൻ പാടുണ്ടോ എന്നാണ്. അത് അവന് വാങ്ങിയിട്ട് അവന് ഉപയോഗിക്കാൻ പാടില്ല എന്ന്, അവന് ഉപയോഗിക്കാൻ പാടില്ല. അവന് ഉപയോഗിക്കൽ അത് ഹറാമാകുന്നു. പിന്നെ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ഉലമാക്കൾക്ക് പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചില ബഹുമാനപ്പെട്ട ചെറുഷേസാദ് പോലത്തെ ആളുകളൊക്കെ പറഞ്ഞത് പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പബ്ലിക് കിണർ, അതുപോലെ റോഡ്, വെയിറ്റിംഗ് ഷെഡ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കാം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അത് അവനക്ക് പറ്റൂലെങ്കിലും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാം, അത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കാം എന്ന് വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് തോന്നുന്നു. ആ വിഷയത്തിൽ അതേ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മാന്യ സഹോദരങ്ങളെ, ദീർഘനാളത്തെ ദുആകൾക്ക് ശേഷം എന്റെ സഹോദരന്റെ മകൾ രണ്ട് കുട്ടികൾ ഗർഭം ധരിച്ചതാ ഉണ്ടാകുന്നല്ലോ, ഇങ്ങനെ ആലുപോലെ നാളെ അതിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കി ചില ഭാഗങ്ങളും ഫുള്ളായിട്ട് കിട്ടുന്നില്ല എനിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസവമൊക്കെ റാഹത്തിലെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, അതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നാളെ പ്രസവ ഓപ്പറേഷൻ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞു. ഓക്കെ. പിന്നെന്താ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. 132 കിലോമീറ്റർ താഴെ ദൂരം യാത്ര ചെയ്യുന്നവർ ജംഉം ഖസറും ആക്കാൻ പറ്റുന്ന വല്ല അഭിപ്രായവും ഷാഫി മദ്ഹബിൽ ഉണ്ട്. ഷാഫി മദ്ഹബിൽ പ്രബലമല്ലാത്തൊരു അഭിപ്രായമുണ്ട്. 132 കിലോമീറ്ററിനേക്കാൾ താഴെയുള്ള യാത്രയാണെങ്കിലും ജംആക്കാം, ഖസറാക്കലല്ല, ജംആക്കാം എന്ന് ഒരു അഭിപ്രായം ഉണ്ട്. സജദ സുജൂദ് ഒന്ന് വിവരിക്കുമോ? സജദ സുജൂദ് എന്ന ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ ചില അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ടാവും. അവിടെ സജദ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ സ്ഥലത്ത് എത്തിയാൽ സുജൂദ് ചെയ്ത സുന്നത്തുണ്ട്. അങ്ങനെ 14 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ആ 14 സ്ഥലങ്ങളിലും ആ സ്ഥലം ആയത്ത് പൂർണ്ണമായി ഓതി കഴിഞ്ഞതിന് ശേഷം ആയത്ത് പൂർണ്ണമായി ഓതി കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്ത് സുന്നത്താണ്.
ആ ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിഞ്ഞതിന് ശേഷം, അതിന്റെ മുമ്പായിട്ട് പിന്നെ വരാൻ പോണേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ആയത്ത് പൂർത്തിയായിട്ടില്ല, അപ്പോഴല്ല, ആ ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുജൂദിന് സാധാരണ നിസ്കാരത്തിന്റെ നിബന്ധനകളൊക്കെ അതിനും നിബന്ധനയാണ്. എന്നുവെച്ചാൽ വലിയ ശുദ്ധിയത്തോട്ടും ചെറിയ ശുദ്ധിയത്തോട്ടൊക്കെ ശുദ്ധിയാവണം. എന്നുവെച്ചാൽ ഉദുവൊക്കെ വേണമെന്ന് അർത്ഥം. വലിയ ശുദ്ധിയുള്ളവനാണെങ്കിൽ കുളിക്കണം, ചെറിയ ശുദ്ധിയുള്ളവനാണെങ്കിൽ ഉളു ചെയ്യണം. പിന്നെ ശരീരത്തിലോ പിന്നെ വസ്ത്രത്തിലോ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തോ ഒന്നും പിന്നെ നജസ് ഉണ്ടാവാൻ പാടില്ല. ഖിബിലയിലേക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം. അതൊക്കെ ഞാൻ നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക, അല്ലാഹു അക്ബർ. അതിനുശേഷം പിന്നെന്താ, ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ ഏത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി അത് ഏത് ചെല്ലിയാലും വേണ്ടില്ല, ഇനി സജ്ജദ വജ്ഹലില്ലദി ഖലഖഹു എന്നുള്ള അത് ഓതിയാലും വേണ്ടി ചെല്ലിയാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, ഇനി ഒന്നും ചെല്ലിയാലും വേണ്ടില്ല. അല്ലെങ്കിൽ ഇനി മറ്റേ എന്തെങ്കിലും ദുആ അറബി ഭാഷയിൽ ദുആ ചെയ്യുന്നത് കൊണ്ടും വിരോധമില്ല. അങ്ങനെ ആ സുജൂദ് ഒരു സുജൂദ് ചെയ്യുക, ആ സുജൂദിന് ശേഷം ഇരിക്കുക, എന്നിട്ട് ഒരു പ്രാവശ്യം പിന്നെ സലാം വിട്ടുക. ഇതാണ് അതിന്റെ രൂപം. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മഅ്മൂമ് ഫാത്തിഹ ഓതാതെ നിസ്കരിക്കുന്ന മദ്ഹബുണ്ട്, അതുണ്ട്. ഇമാമ് ഫാത്തിഹ ഓതിയ മതി, മഅ്മൂമിന് ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല എന്ന് പറയുന്ന മദ്ഹബുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്നലെ മഹല്ല് കാരണവരും ചാലിൽ കൊണ്ട് അൽ ഹനഫിയ മദ്രസ പ്രസിഡന്റുമായിരുന്ന മുഖ്യ മൊയ്തീൻ മുസ്ലിയാർ മരണപ്പെട്ടു. ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അല്ലാഹു സുഖത്തിലും റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ഭാര്യയും ഭർത്താവും കൂടുതൽ നേരം സംസാരിക്കുകയും അതിലൂടെ അവർക്ക് സ്ഖലനം സംഭവിക്കുകയും ചെയ്താൽ എന്താണ് അതിന്റെ മസ്അല? അതുകൊണ്ട് വിരോധമൊന്നുമില്ല, കുളിക്കണം. സ്ഖലനം ഉണ്ടായ ജനാബത്ത് വലിയ ശുദ്ധി ഉണ്ടായപ്പോ എന്ത് വേണം, കുളിക്കണം. അത് ഹറാമൊന്നല്ല. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരാണ്, അങ്ങനെ ഒരു രസകരമായ വർത്താനൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സ്ഖലനം ഉണ്ടായി. അത് തെറ്റല്ല, അതിന്റെ പേരിൽ കുറ്റമില്ല. പിന്നെ സ്ഖലിച്ചാൽ പിന്നെ എന്ത് വേണം, ജനാബത്ത് ഉണ്ടാവില്ല അല്ലെ, വലിയ ശുദ്ധി ഉണ്ടായി, അപ്പൊ കുളിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഒരു പോസ്റ്റ് ഓഫീസ് കുറി ഉണ്ട്, അത് അടുത്ത മാസം കിട്ടും. അതിൽ കുറച്ച് പൈസ ഉണ്ട്. അത് ജ്യേഷ്ഠൻക്ക് കൊടുക്കാൻ പറ്റുമോ? ബാങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ എന്തിനാ കൂടാൻ നിന്നത്? പോസ്റ്റ് ഓഫീസ് ഈ പലിശ കിട്ടുന്ന പരിപാടിക്ക് നിൽക്കണ, അത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ആ കുറി കൂടൽ തന്നെ ഹറാമാണ്. അത് പലിശ കിട്ടുന്ന ഒരു പരിപാടി ആകുമ്പോൾ അതിൽ കൂടുതൽ തന്നെ ഹറാമാണ്. ഇനി ഏതായാലും ശരി, നിങ്ങൾ തൗബ ചെയ്യുക, കൂടിയതിന്റെ പേരിൽ നിങ്ങൾ തൗബ ചെയ്യുക. കാരണം ഇനിയിപ്പോ ഒരു മാർഗവും ചെല്ലല്ലേ. എന്നിട്ട് പടച്ചവനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, കരഞ്ഞ് പറയാ പടച്ചവനോട്, പടച്ചവനെ തെറ്റുപറ്റി പോയതാണ്, ഇനി നിന്റെ ഉണ്ടാവൂല. ചെയ്തതിനെ തൊട്ട് ഖേദിക്കുക, ഇനി അതിൽ നിന്ന് വേഗം രക്ഷപ്പെടുക. എന്നിട്ട് ഞാൻ പലിശ എന്ത് ചെയ്യണം? പലിശനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ പൊതുവിഷയങ്ങൾ ചെലവഴിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന്. പിന്നെ ഉസ്താദെ, ഒരു സംശയം. കിഴക്ക് നാട്ടിൽ, അതായത് ഇന്ത്യയിൽ മാസപ്പിറവി കണ്ടു, മാസം തുടങ്ങി. പടിഞ്ഞാറ് ഭാഗത്തെ നാട്ടിൽ, അതായത് സൗദി അറേബ്യയിൽ കണ്ടില്ല, 30 പൂർത്തിയാക്കി. ഫലത്തിൽ ഒരു ദിവസം നേരത്തെ കിഴക്ക് നാട്ടിൽ മാസം തുടങ്ങി. അങ്ങനെ ഉണ്ടായാൽ പിഴവ് സംഭവിച്ചതാണെന്നും പടിഞ്ഞാറ് നാട്ടിലെ വിധി പരിഗണിക്കേണ്ടതില്ല എന്നും കിതാബിന്റെ അടിസ്ഥാനത്തിൽ കിഴക്ക് നാട്ടിലെ തീയതി നോക്കണം എന്നാണ് വിധിയെന്നും ഒരു മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അത് അങ്ങനെ എന്തൊരു വിഷയമുണ്ട്, ഞാനത് മിച്ചാതെ നോക്കട്ടെ. ഞാൻ ആ വിഷയം അവിടെ ഒന്നുകൂടി കിതാബിന്റെ യഥാർത്ഥം ഒന്നുകൂടി നോക്കട്ടെ. കുറെ ഉണ്ട് അവിടെ, അങ്ങനെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ കൂടുതലാ തോന്നുന്നുണ്ട്. കിഴക്കൻ രാജ്യങ്ങളിൽ മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അത് ബാധകമാണ്. അങ്ങനെ എന്തോ എനിക്ക് ഇൻഷാ അല്ലാഹ് അത് ആ കിതാബ് നോക്കി അതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യം വിവരിക്കാവുന്നതാണ്. പലിശ എന്നത് മറ്റു പലരുടെയും പൈസ ആണല്ലോ, അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം
കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പൊതു ആവശ്യമായ റോഡ്, തോട് എന്നിവ ഓരോരുത്തരും കൊടുക്കലല്ലേ നല്ലത്? അത് എന്തായാലും പാടില്ല, അതല്ല വിഷയമുള്ളത്. അത് ഹറാമാണ് ആ പലിശ. അത് പിന്നെ പലിശ അവന്റെ മേലെ ഹറാമാണ്, അത് കൊടുത്താലും ഇനി കൂലിയിട്ടൊന്നുമില്ല, അത് ഹറാമാണ്. പിന്നെന്താ ഉള്ളത്? അവന് അവകാശപ്പെടാത്ത, അവന് അർഹതയില്ലാത്ത പൈസ അവന്റെ കയ്യിൽ വന്നു. പൈസ അവന്റെ കയ്യിൽ വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന്, അത് അങ്ങനത്തെ ഒരു മസല ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ ഉലമാക്കള് പലരും പല അഭിപ്രായം പറഞ്ഞാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പോലെയുള്ളവരുടെ അഭിപ്രായത്തിനോട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിപ്പ് തോന്നുന്നത് പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക എന്ന്. പൊതുവിഷയങ്ങൾ ചെലവഴിക്കുക. ഞാൻ പിന്നെ മറ്റത് പറഞ്ഞത് നമ്മുടെ ഉലമാക്കളാരും പറഞ്ഞു കേട്ടതല്ല, വേറെ ചില ആളുകളൊക്കെ തന്നെ പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അത് ശരി, എനിക്ക് അത് സംബന്ധമായി സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ മാത്രമുള്ള വിവരം നമുക്കില്ലല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന്, അതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവാനും അവനെ സമസ്തയുടെ ഒരു ഉഖ്റവിയായ പണ്ഡിതനാവാനും ഉസ്താദ് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ലായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റെല്ലാ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാഇന്റെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നല്ല സ്വാലിഹായ ഒരു ആൺകുട്ടിയെ നൽകട്ടെ. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഉപകാരം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ തിലാവത്തിന്റെ സുജൂദ് ശേഷം ഒരു സലാം മതിയോ? അത് മതി. അത് തിലാവത്തിന് സുജൂദിന് ശേഷമേ ഒരു സലാം മതി. രണ്ട് സുജൂദ് സലാം സുന്നത്തുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് അത് ഹിഫത്തിന്റെ മേലെ ഉടുത്തതാണെന്ന് എന്നുവെച്ചാൽ തിലാവത്തിന് സുജൂദ് കാരണം അത് വളരെ വളരെ നേരിയ രൂപത്തിൽ ചെയ്യേണ്ടുന്നതാണ്. അതുകൊണ്ട് ഒരു സുജൂദ് തന്നെ ചെയ്താലും മതി. രണ്ടാമത്തെ സുജൂദ് സുന്നത്തില്ല, അല്ല രണ്ടാമത്തെ സലാമുട്ടൽ സുന്നത്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിസ്കരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സലാമാണ് നിർബന്ധമുള്ളത്, രണ്ടാം സലാം സുന്നത്താണ്. എന്നാൽ ഇതിനത് ഇല്ല, അത് കാരണം ഇത് ഹിഫത്താണ്, വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടുന്നതാണ്. അപ്പോ ഒന്ന് മതിയെന്ന്, രണ്ടാമത്തെ സലാം മുട്ടൽ സുന്നത്തില്ല എന്ന് പറഞ്ഞവരുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജംആക്കുമ്പോൾ ഖസ്ർ ആക്കൽ നിർബന്ധമാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ജംആക്കുമ്പോൾ ഖസ്ർ ആക്കൽ നിർബന്ധമൊന്നുമില്ല. ജംആക്കാം, ഖസ്റാക്കാതെ, ജംആക്കാതെ ഖസ്റു ആക്കാം, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ജ്യേഷ്ഠന് കൊടുക്കുക. അപ്പോൾ ജ്യേഷ്ഠന് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുക ചെയ്യാം, അതൊന്നും ഇതൊന്നുമില്ല. അപ്പോ തിലാവത്തിന്റെ സുജൂദിൽ എന്താ ചെയ്യേണ്ടതെന്നോ? തിലാവത്തിന്റെ സുജൂദിലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദി സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ ചെല്ലുന്നുണ്ടല്ലോ, അത് ചെല്ലാം. ഇനി അതല്ലെങ്കിൽ വേറെ ദുആകളുണ്ട്. സജദ വജ്ഹ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന ദുആ ഉണ്ട്, അതും ചൊല്ലാം. ഇനി അതല്ല, ഇനി വേറെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർന്നോ എന്തെങ്കിലും ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒന്നും ചൊല്ലാതെ വെറും സുജൂദ് മാത്രം ചെയ്തു നിൽക്കുക, എന്നാലും സഹിഹാകുന്നു. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഉസ്താദെ, തുണി അടക്കമുള്ള ടൈലർ ഷാപ്പിന് സക്കാത്ത് കൊടുക്കണം? തുണി ആ ടൈലർ ഷാപ്പിന് സക്കാത്ത് വേണ്ട. അവിടുത്തെ തുണി ഉണ്ടല്ലോ, ആ തുണി പിന്നെ സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യക്കുള്ളതാണ് എങ്കിൽ ഉള്ളതുണ്ട് എങ്കിൽ സക്കാത്ത് കൊടുക്കണം. കച്ചവട സ്ഥാപനമാണ് അത്, തുണിയും ഇയാൾക്ക് വിൽക്കുകയാണല്ലോ അല്ലെ, അങ്ങനെ വിൽക്കുകയാണ്. അപ്പോ പിന്നെ ആ തുണി നിസാബ് 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള തുണി ഉണ്ട് ആ കടയിൽ നിൽക്കുക, എന്നാൽ സക്കാത്ത് കൊടുക്കണം. അതല്ല തുണി അത്രയൊന്നും ചെയ്യുന്നത് താഴെ ഉള്ളൂ, പിന്നെ തുണി സാധനങ്ങൾ നിൽക്കുക, എന്നാൽ സക്കാത്ത് കൊടുക്കും വേണ്ട.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പല വിഷയങ്ങൾക്ക് വേണ്ടി പലരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതൊക്കെ അവരുടെ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ലായ ഫضലുകൾ നിറവേറ്റി കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് സ്വർഗം കാണിച്ചു തന്നുകൊണ്ട് മരിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.